ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ മഖാനിനെ പറ്റിയാണ് പറയുന്നത്. മഖാനിക്ക് മലയാളത്തിൽ താമരവിത്ത് എന്ന് പറയും. താമരവിത്തിന് ഇംഗ്ലീഷിൽ ഒരുപാട് പേരുകളുണ്ട്. ലോട്ടസ് സീഡ്സ്, ഫോക്സ് നട്ട്സ് എന്നും പറയും. ഇന്നത്തെ വീഡിയോയിൽ മഖാനിനെ പറ്റി 4 റെസിപ്പീസ് നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ടിഫിൻ ബോക്സായിട്ട് പിള്ളേർക്ക് കൊടുത്തു വിടാം. എവിടെയെങ്കിലും പുറത്ത് കുഞ്ഞു പിള്ളേരായിട്ട് യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്കിത് ടിഫിനാക്കി കൊണ്ടുപോകാം. താമരവിത്തിൽ ഒരുപാട് പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, മാഗ്നീയം, അയൺ, കാൽഷ്യം, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബേബീസിൻ്റെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആദ്യത്തെ റെസിപ്പി സോൾട്ടഡ് മഖാനയാണ്. പാൻ ചൂടാക്കിയ ശേഷം തീ കുറച്ച് വെച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് മഖാന നമുക്ക് ആവശ്യമനുസരിച്ച് മഖാന ഇടുക. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഉപ്പിട്ടാൽ മതി. ഞാൻ ഇന്ദുപ്പാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിട്ട ശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യും. 3 മിനിറ്റ് ധാരാളമാണ് കേട്ടോ. രണ്ടാമത്തെ റെസിപ്പി മസാല മഖാനയാണ്. മസാല മഖാനയിൽ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചാട്ട് മസാല ഇടാം, അല്ലെങ്കിൽ മാഗി മസാല ഇടാം. എപ്പോഴും മഖാന റോസ്റ്റ് ചെയ്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. മഖാന ഫ്രൈ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കണം. നന്നായിട്ട് അത് ക്രിസ്പി ആയിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാകമായിട്ടുണ്ട്. അൺറോസ്റ്റഡ് ആയിട്ടുള്ള മഖാനേൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ വളരെ കുറവായിരിക്കും. അതിന് ടേസ്റ്റും ഉണ്ടാവത്തില്ല. താമരവിത്ത് ഡയബറ്റിക് പേഷ്യൻസിന്, ഹാർട്ട് പേഷ്യൻസിന്, ലിവർ പ്രോബ്ലം ഉള്ളവർക്ക്, എല്ലുകൾക്ക് പ്രശ്നമുള്ളവർക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് സോൾട്ട് ആൻഡ് പെപ്പറാണ്. നമ്മൾ സാധാരണ സോൾട്ടഡ് മഖാന ചെയ്തതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നത്. മഖാന കഴിക്കുന്നത് സെയിം പോപ്കോൺ കഴിക്കുന്ന മാതിരി തന്നെയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് ജങ്ക് സ്നാക്സ് കൊടുക്കുന്ന പകരം ഇതുപോലെ പല ഫ്ലേവറിൽ മഖാന ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലൊരു ഓപ്ഷൻ. നാലാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാരമലൈസ്ഡ് മഖാനയാണ്, അതായത് സ്വീറ്റ് ആയിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജാഗരിയാണ്. പാൻ ചൂടാക്കിയ ശേഷം ആ നെയ്യിലേക്ക് തന്നെയാണ് ഞാൻ ശർക്കര ഇട്ടിരിക്കുന്നത്. 6 മാസം കഴിഞ്ഞ ബേബീസിന് നമുക്ക് സാധാ റോസ്റ്റ് ചെയ്തിട്ട് എണ്ണയും നെയ്യൊന്നും ഇടാതെ റോസ്റ്റ് ചെയ്ത് പൗഡർ ചെയ്ത് ആ പൗഡർ കുറുക്കുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫുഡിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. താമരവിത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, വെയ്റ്റ് മാനേജ്മെൻറ്റിന് നല്ലതാണ്, നമ്മുടെ തലമുടിക്ക് നല്ലതാണ്. മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ പാൽ വർദ്ധിക്കാനായിട്ട് അത് നല്ലതാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മഖാന അതിലേക്ക് ഇടുക. ഇട്ട് കഴിയുമ്പോഴത്തേക്കും 2 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാലും അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പറിച്ച് അത് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. താമരവിത്ത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ബീഹാറിലാണ്. നോർത്ത് ഇന്ത്യയിൽ ഇത് പല രീതിയിൽ ആൾക്കാർ കൺസ്യൂം ചെയ്യാറുണ്ട്. ഇതുകൊണ്ട് കറികൾ ഉണ്ടാക്കാറുണ്ട്, സാലഡ്സ് ഉണ്ടാക്കാറുണ്ട്, പല രീതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഹെൽത്ത് ഡ്രിങ്കിൽ ഇത് പൊടിച്ച് കഴിക്കാറുണ്ട്. ഈ 4 രീതികളിലാണ് ഞാൻ യോഹന്നാൻ ഉണ്ടാക്കി കൊടുക്കാറ്. യോഹന്നാൻ്റെ ബെസ്റ്റും ഫേവററ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഞാനിത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി, ക്രഞ്ചി, ക്രിസ്പി ആയിട്ടുള്ള മഖാന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.